നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ഇല്ലാതെ വേണം ഇനി ഇന്റർ മയാമിക്ക് ചില മത്സരങ്ങൾ കളിക്കാൻ. മെസ്സിയും സുവാരസും അവരവരുടെ ടീമുകൾക്ക് വേണ്ടി കോപ്പ അമേരിക്ക കളിക്കാൻ പോയിരിക്കുകയാണ്. കോപ്പ അമേരിക്ക മത്സരങ്ങൾ നടക്കുമ്പോഴും പക്ഷേ MLS കളികൾ പുരോഗമിക്കും. മെസ്സി ഇല്ലാതെ സുവാരസ് ഇല്ലാതെ ഇന്റർ മയാമി പാടുപെടും എന്നായിരുന്നു എല്ലാവരും നിരീക്ഷിച്ചിരുന്നതെങ്കിൽ ഇതാ മെസ്സിയുടെ അഭാവത്തിൽ മറ്റൊരു ലിയോ അഫോൻസോ എന്ന ബ്രസീലിയൻ യുവതാരം കിടിലൻ സോളോ ഗോൾ നേടി അവസാന നിമിഷത്തില് ഇന്റർ മയാമിയുടെ രക്ഷകനായിട്ട് എത്തി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. 2-1 വിജയമാണ് ഫിലാഡൽഫിയക്കെതിരെ ഇന്ന് നടന്ന MLS മത്സരത്തില് ഇന്റർ മയാമി നേടിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഗ്രസലും ലിയോ അഫോൻസോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഫിലാഡൽഫിയയുടെ ഗോൾ ഉഹ്റയുടെ വകയായിരുന്നു. മത്സരത്തിൽ മെസ്സി, സുവാരസ് തുടങ്ങിയ പ്രമുഖരില്ലാതെ ഇറങ്ങുമ്പോൾ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് റോബ് ടൈലറും കമ്പാനയും ജൂലിയൻ ഗ്രസലും ഒരുമിച്ചായിരുന്നു. കളിയുടെ തുടക്കത്തിൽ തന്നെ 3-ാമത്തെ മിനിറ്റിൽ ഉഹ്റയിലൂടെ ഫിലാഡൽഫിയ മുന്നിലെത്തി. ഇതിപ്പോ പലവട്ടം നമ്മൾ കണ്ടതാ തുടക്കത്തില് ഇന്റർ മയാമി ഗോൾ വഴങ്ങുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഫിലാഡൽഫിയ മുന്നിൽ. പക്ഷെ 2-ാം പകുതിയുടെ തുടക്കത്തിൽ തിരിച്ചടിച്ചു ഇന്റർ മയാമി. ഗ്രസലിലൂടെ ഒപ്പം പിടിച്ചു. മത്സരം പുരോഗമിക്കവേ പിന്നെ റെഡ് കാർഡുകൾ 2 താരങ്ങളാണ് ഇന്റർ മയാമിയുടെ താരങ്ങൾ റെഡ് കാർഡ് കണ്ടത്. പക്ഷെ കളിയുടെ അവസാന ഘട്ടത്തില് ലിയോ അഫോൻസോയുടെ ആ കിടിലൻ സോളോ ഗോൾ വന്നതോടുകൂടി ഇന്റർ മയാമി 2-1 വിജയിച്ച് കയറുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ MLS പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് അല്ലെങ്കിൽ തലപ്പത്ത് തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വെല്ലുവിളി. മെസ്സി ഇല്ലാതെ, സുവാരസ് ഇല്ലാതെ എത്ര കളികളിൽ അവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? കാത്തിരുന്ന് കാണാം. 19 കളികളിൽ നിന്ന് 38 പോയിന്റുമായിട്ട് നിലവിൽ MLS പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇന്റർ മയാമിയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.